ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വർക്ക് ലൈഫ് ബാലൻസ്. ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഒരുപാട് ആളുകളെ ഏറ്റവും അധികം പ്രശ്നത്തിലാക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത്. ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന മെജോറിറ്റി ആളുകൾക്കും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് വർക്ക് ലൈഫ് ബാലൻസ്. ഇന്ത്യയിലെ നിയമപ്രകാരം 48 മണിക്കൂറാണ് ഒരാഴ്ച ഒരാൾ വർക്ക് ചെയ്യേണ്ട ഒരു ആവറേജ് ടൈം അല്ലെങ്കിൽ മാക്സിമം ടൈം എന്ന് പറഞ്ഞിട്ട് നിയമം വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾ 48 മണിക്കൂറൊന്നും അല്ല, അതിൽ കൂടുതൽ ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ആളുകൾക്ക് മിസ്കൺസെപ്ഷൻ ഉണ്ടാകുന്ന ഒരു വാക്കുണ്ട്, ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു ഓവർ വർക്ക് എന്ന്. കൂടുതൽ സമയം ജോലി ചെയ്യുന്നതാണ് ഹാർഡ് വർക്ക് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. എന്നാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഓവർ വർക്ക് ഡസന്റ് മീൻ ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ചെയ്യുന്ന ടാസ്കിലും നമ്മൾ ചെയ്യുന്ന ജോലിയിലും തീർച്ചയായിട്ടും ആത്മാർത്ഥമായ ഒരു എഫേർട്ട് നമ്മൾ ഇടണം. അതിനർത്ഥം ഓവറായിട്ട് കൂടുതൽ സമയം വർക്ക് ചെയ്ത് അതിനുവേണ്ടി നമ്മൾ ഫിസിക്കലി മെൻ്റലി ഭയങ്കര സ്ട്രെസ് എടുക്കുക എന്നുള്ളതല്ല. പല ആൾക്കാരും ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൂടിയുണ്ട്. എംപ്ലോയീസിനുമുണ്ട്, മാനേജേഴ്സിനുമുണ്ട്. എംപ്ലോയീസിൻ്റെ ചിന്തയിൽ എന്തായിരിക്കും, ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ടൈം വർക്ക് ചെയ്ത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെന്ന് ബോസിനെയും മാനേജേഴ്സിനെയൊക്കെ കാണിച്ചിട്ട് അവരുടെ ആ ഒരു അപ്രീസിയേഷൻ കിട്ടണം എന്നൊരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന എംപ്ലോയീസ് ഉണ്ട്. മാനേജേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ എല്ലാം പരിണിത ഫലം എന്ന് പറയുന്നത് ഓവർ വർക്ക് ചെയ്യുന്ന, ഫിസിക്കലി മെൻ്റലി ടയേർഡ് ആവുന്ന, സ്ട്രെസ്ഡ് ഔട്ട് ആവുന്ന, ഡിപ്രഷനിലേക്ക് പോകുന്ന, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു എംപ്ലോയിയാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു വിഷയം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സിവിയർ ഇഷ്യൂ ആണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഇതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞു 48 hours ആണ് സ്റ്റാൻഡേർഡ് ടൈം എന്നുള്ളത്. ഇത് എത്ര സ്ഥാപനങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? റീസെന്റ് അന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, CA കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി EY വർക്ക് ചെയ്തിട്ട് വർക്ക് പ്രഷർ കാരണം മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ എന്ത് നടപടി ഉണ്ടായി? എന്തെങ്കിലും രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ടായോ? ഇത്രയും നല്ല ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിയ ഒരു വ്യക്തി വർക്ക് പ്രഷർ കാരണം മരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് രീതിയിലുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഏതെങ്കിലും നമ്മുടെ സിസ്റ്റം തയ്യാറായിട്ടുണ്ടോ? ഇല്ല. അന്ന എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യം ആക്ച്വലി ആളുടെ അമ്മയുടെ ഒരു ലെറ്ററിലൂടെ പുറലോകം അറിയുകയും ചെയ്തു. ഈ അറിയപ്പെടാത്ത എത്ര ഇഷ്യൂസ് വേറെ ഉണ്ടായിരിക്കും. വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് ആസ് എൻ എംപ്ലോയി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നത്തിങ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യുവർ ഹെൽത്ത്. യെസ്, യു ഹാവ് എ കരിയർ, you have a job, you have the responsibilities, but that doesn't mean that is all beyond your life. ബിക്കോസ് ആ ലൈഫ് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ ഏത് സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ആ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം, ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണം എന്നുള്ളതിൽ യാതൊരു തെറ്റുമില്ല. അവിടെ അൺഎത്തിക്കൽ പ്രാക്ടീസസ് കാണിക്കേണ്ട ആവശ്യമില്ല. ബട്ട് സ്വയം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ആർ വി ഡൂയിങ് എനഫ് ഓർ ആർ വി ഡൂയിങ് മോർ ദാൻ എനഫ്? ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് കുറേയധികം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, സെൽഫ് അനലൈസിസ് നടത്തേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും മൊമെന്റിൽ നിങ്ങൾക്ക് തോന്നിയാണ് ഞാൻ എൻ്റെ ബോഡീനെയും മൈൻഡിനെയും ഒക്കെ ഓവർ വർക്ക് ചെയ്യിക്കുന്നുണ്ട്, ഇത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, ദിസ് ഇസ് നോട്ട് ഫോർ മീ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡോണ്ട് വെയിറ്റ്, അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ പലപ്പോഴും ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്. അവരുടെ ജീവിതത്തിൽ ഫാമിലി പരമായിട്ടുള്ള ഫൈനാൻഷ്യൽ ഇഷ്യൂസ് കാണും. പെട്ടെന്നൊരു ജോലിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ജോലി കിട്ടുന്നിടം വരെ സർവൈവ് ചെയ്യാനുള്ള ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കില്ല. ഈ കാര്യങ്ങളൊക്കെ ചൂഷണം ചെയ്തിട്ടാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഈ കമ്പനീസ് എല്ലാം തന്നെ നമ്മളെ എന്ത് ചെയ്യുന്നത്, പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആൻഡ് മാത്രമല്ല, നമ്മളില്ലെങ്കിൽ നമ്മളുടെ സ്ഥാനത്തേക്ക് അതേ രീതിയിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട്, റിപ്ലേസ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലേ? നമ്മുടെ ഓവർ സപ്ലൈയും അൺഎംപ്ലോയ്മെൻറ്റ് ലെവലും നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു പ്രശ്നവും ഇതിന് കാരണമാണ്. സോ ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ഡ്രീം ലെവലിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണത്. റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ഹാവ് ടു ഗോ ഇൻ. വർക്ക് ലൈഫ് ബാലൻസ് പ്രോപ്പർ ആകാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ, ഒന്ന്, ലേൺ ടു സേ നോ. ഓവർ കമ്മിറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കര വർക്ക് ലോഡ് ആണെന്നുള്ള തോന്നുന്ന കാര്യമാണെങ്കിൽ ഓപ്പൺ ആയിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പല ആൾക്കാർക്കും ഒരു ഷൈനസ് ഉണ്ട്, അയ്യോ എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഡക്ടിവിറ്റി മോശമാണെന്ന് മാനേജർ വിചാരിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ ജോബിൻ്റെ പ്രൊമോഷനെയോ എൻ്റെ കരിയറിൻ്റെ ഒരു ഗ്രോത്തിനെയൊക്കെ അത് ബാധിക്കുമെന്ന് പേടിച്ചിട്ട് നമ്മളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ ചില ആൾക്കാരെ ടേക്കപ്പ് ചെയ്യാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് പറ്റില്ല, നമുക്കത് സ്ട്രെസ്ഫുൾ ആണ്, ഓവർ വർക്ക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് ഓപ്പൺ അപ്പ് ആയിട്ട് പറയുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ടാസ്കുകൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറേ ടാസ്ക് വേണം ആസ് എ എംപ്ലോയി, ബട്ട് അതിൽ ഹൈ പ്രയോറിറ്റി ടാസ്കുകളൊക്കെ തന്നെ ആദ്യം ചെയ്ത് തീർക്കുക, എന്നിട്ട് ലോ പ്രയോറിറ്റി ഉള്ളത് പിന്നത്തേക്ക് വെക്കുക. ഇത് തിരിച്ചായി കഴിഞ്ഞുള്ള പ്രശ്നം എന്താണ്? ലാസ്റ്റ് മൊമെന്റിൽ ഹൈ പ്രയോറിറ്റി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വരിക. സോ നമുക്ക് പ്രോപ്പറായിട്ട് ടൈം കിട്ടുന്ന സമയത്ത് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്ത് ഫിനിഷ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കണം. ലോ പ്രയോറിറ്റി ടാസ്കിനെ ലാസ്റ്റിലേക്ക് വെച്ചാൽ മതി. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹോബീസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് സിനിമ കാണുന്നതായിരിക്കും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു താല്പര്യമുള്ളൊരു കാര്യം, ചിലർക്ക് സ്പോർട്സ്
കാര്യങ്ങൾ എന്തെങ്കിലും കളിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഒരു ടൈം സെറ്റ് ചെയ്ത് വെക്കുക. അതായത് വീക്ക്ലി ഈ ഒരു ടൈം ഫ്രെയിം ഞാൻ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യും എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ഷെഡ്യൂളിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഒബ്വിയസ്ലി എക്സസൈസ് നമുക്ക് ആവശ്യമാണ്. നിങ്ങളൊരു ഈ പറഞ്ഞ 9 to 5 വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് കൂടുതൽ സമയം നമ്മൾ വലിയ ഫിസിക്കൽ എഫർട്ട് ഇടാതെ മെൻ്റൽ എഫർട്ട് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. സോ ഒരു റെഗുലർ എക്സസൈസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എനിവേ ആ ഒരു എക്സസൈസ് ചെയ്യണമെങ്കിലും നിങ്ങളുടെ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യണമെങ്കിലും ഈ നിങ്ങളുടെ പ്രോപ്പർ ഷെഡ്യൂൾ, നമ്മുടെ വർക്ക് എത്ര ടൈമിനുള്ളിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടൊരു ഷെഡ്യൂൾഡ് ടൈം ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതിന് ആനുപാതികമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ ഓക്കെ നാളെ ചെയ്യാം, ഇന്ന് നാളെ ഓവർ ടൈം എടുത്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയിലേക്ക് പോയി കഴിഞ്ഞാൽ ദ വർക്ക് വിൽ പൈൽ അപ്പ്. അത് പെൻഡിങ് ആയിട്ട് നമുക്കിത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് മാറും. സോ പ്രോപ്പർ ആയിട്ടുള്ള ഷെഡ്യൂൾ വെക്കുക എന്നുള്ളതാണ് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ടെക്നോളജി വളർന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരുപാട് AI ടൂൾസ് നമുക്കിന്ന് അവൈലബിൾ ആണ് അല്ലേ. കുറേ ടൈം എടുത്ത് സ്ട്രെസ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് AIയുടെ സഹായത്തോടുകൂടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. സോ ആ AI ടൂൾസിനെയൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് ലേൺ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സമയം എടുത്തുകൊണ്ട് പോകുന്ന പല ആക്ടിവിറ്റീസും നിങ്ങൾക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് AIയുടെയും ടെക്നോളജിയുടെയൊക്കെ സഹായത്തോടുകൂടി ചെയ്തു തീർക്കാൻ പറ്റും. എന്നാൽ പല ആളുകളും ഇതിനകത്തൊന്നും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറല്ല. അതായത് ഇപ്പോൾ ഒരു AIനെ പറ്റി പ്രോപ്പറായിട്ട് പഠിക്കണമെങ്കിൽ തന്നെ അതിനൊരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. കുറേ വീഡിയോസ് ചിലപ്പോൾ കാണേണ്ടി വരും, കുറേ ക്ലാസ് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈമിൽ അത്തരം ക്ലാസ്സുകളും സ്കില്ലുകളും ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, നിങ്ങളുടെ വർക്ക് പ്രഷർ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് വെക്കേഷൻസ് എടുക്കുക, ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക. വർക്ക് ടൈമിനിടയിൽ പ്രോപ്പറായിട്ട് ബ്രേക്ക് എടുത്തിരിക്കണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ് അവേഴ്സ് ഒരിക്കലും ഇരിക്കാൻ പാടില്ല. ഇതൊക്കെ ആസ് ആൻ എംപ്ലോയി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ല. അത് മാനേജേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിൽ അവരൂടെ ചിന്തിക്കണം. എൻ്റെ എംപ്ലോയീസ് ഓവർ ടൈം വർക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഓവർ വർക്ക് ചെയ്യാൻ പാടില്ല, അവരുടെ സമയം കൂടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും കൂടില്ല എന്ന വസ്തുത മാനേജേഴ്സ് മനസ്സിലാക്കണം. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റും സിസ്റ്റവും ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ കാര്യക്ഷമമായിട്ട് ഇടപെട്ട് ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരണം. എംപ്ലോയീസ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. ഓക്കെ, സോ ഈ ഒരു വീഡിയോ വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള വർക്ക് ലൈഫ് ബാലൻസിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് കമൻറ്റിൽ ഷെയർ ചെയ്യുക. വി ക്യാൻ ഡിസ്കസ്. നിങ്ങൾക്ക് അത് ആളുകളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ഫൈൻഡ് സൊല്യൂഷൻസ് ഫ്രം ദ കമൻറ്റ് ബോക്സ് ആസ് വെൽ. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.